പ്രിയമുള്ളവരെ, എല്ലാവർക്കും പച്ചാളം സബ് സോണിന്റെ ക്രിസ്മസ് മംഗളാശംസകൾ. 2024 നമ്മോട് വിട പറയാനൊരുങ്ങുമ്പോഴും മായാത്ത വലിയ നൊമ്പരമായി വയനാട് ദുരന്തം നമ്മുടെ ഓരോ ഹൃദയങ്ങളെയും നനയിക്കുന്നുണ്ട്. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലും ആ ദുരന്തത്തിന്റെ നൊമ്പരങ്ങൾ പേറി ജീവിക്കുന്നവരെ നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വയ്ക്കാം, പ്രാർത്ഥിക്കാം. ദുരിതം പേറി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമായി പച്ചാളം സബ് സോൺ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നു. സദയം സ്വീകരിച്ചാലും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളാശംസകൾ. ആ ദേവസി, ആഹാ, ദേവസി ഇവിടെ എന്തെടുക്കുക? ഓ, ഞാനിവിടെ ഇങ്ങനെ ഒറ്റക്കിരുന്ന് എന്ത് ചെയ്യാനാ? അല്ല, എല്ലാവരും കൂടി എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? അതെ, ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ചോദിച്ചല്ല കേട്ടാ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ ആന്റണി അച്ഛൻ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ക്രിസ്മസ് ആഘോഷം ഒറ്റക്കൊറ്റക്കൊരു വീട്ടിൽ നടത്തണ്ട, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടാം. ഇത്തവണത്തെ ക്രിസ്മസ് ഏത് വീട്ടിൽ വെച്ച് നടത്തണമെന്ന് നറുക്കിട്ടപ്പോ നറുക്ക് വീണത് ആർക്കാണെന്നറിയാവോ? ദേവസിക്ക. ആർക്ക്? എനിക്ക് നറുക്ക് വീണെന്നോ? അപ്പോ ദൈവത്തിന് കണക്ക് പിഴച്ചു തുടങ്ങിയോ? സ്വന്തം ഭാര്യയെ കലിതുള്ളി കടപുഴകി ഒഴുകുന്ന ആ പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്ന എനിക്ക് നറുക്ക് വീണെന്നോ? ദൈവമേ, നീ എന്നെ അങ്ങ് സ്നേഹിച്ചെൻ്റെ തലയിലേക്ക് കനൽ കോരിയിടുകയാണോ? വിഷമിക്കല്ലേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ്, അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതല്ലല്ലോ ഇത്. നിങ്ങൾക്കൊക്കെ ഈ ദുരന്തത്തോടൊപ്പം ഉണ്ടായ നഷ്ടം പോലെ ഒരു നഷ്ടമാണ് എനിക്കും ഉണ്ടായിരുന്നതെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ പൊരുത്തപ്പെടാൻ പരമാവധി ശ്രമിച്ചേനെ. പക്ഷെ ഇത് എന്ത് സ്നേഹമായിരുന്നു അവൾക്ക് എന്നോടെന്നറിയാവോ? എന്നിട്ടും മദ്യപിച്ച് ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്ന ദിവസങ്ങളിൽ ഞാൻ അവളെ വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു. എങ്കിലും അവളത് എന്നെ പ്രതി സഹിക്കുമായിരുന്നു. എൻ്റെ പീഡനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ അവൾ നിലവിളിച്ചുകൊണ്ട് ഓടും അപ്പുറത്തെ ഏലിച്ചേച്ചിയുടെ വീട്ടിലേക്ക്. തളർവാദ രോഗിയായ ഭർത്താവും ഒരാട്ടിൻകുട്ടിയും മാത്രം കൂട്ടിനുള്ള ഏലിച്ചേച്ചിക്ക് പലപ്പോഴും രാത്രിക്കൊരു കൂട്ട്. ദേവസി, ഇതൊന്നും ഞങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ. പക്ഷേ അതാ അച്ഛനിങ്ങെത്തിയല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മിഖായേലേട്ടാ, നമ്മുടെ സബാനിങ് എത്തിയില്ലേ? കരോൾ ടീമുമായിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാലോ? ദേവസ്ചേട്ടാ, കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞല്ലോ അല്ലേ? എന്തായാലും ഇവിടെയുള്ള എല്ലാവരും ഓരോരോ ദുഃഖങ്ങളും നഷ്ടങ്ങളും പേറുന്നവരാണ്. എന്നിരുന്നാലും നമ്മുടെ തമ്പുരാൻ കർത്താവിന്റെ ജന്മപ്പെരുന്നാള് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഘോഷിക്കണം. അതിന്
ദൈവം ഇക്കുറി തെരഞ്ഞെടുത്തിരിക്കുന്നത് ദേവസ്യേട്ടന്റെ വീടാണ്. എന്താ, സന്തോഷമായില്ലേ? പക്ഷേ ഒടയതമ്പരാനും പിശക് പറ്റി തുടങ്ങിയോന്നാണ് ദേവസി ചോദിക്കുന്നത് അച്ചോ. അത് പിന്നെ അച്ചോ, ഈ കൂട്ടത്തിൽ ഏറ്റവും പാപിയായ മനുഷ്യൻ ഞാനല്ലേ അച്ചോ. ദാ ഈ വീടിൻ്റെ അപ്പുറം വെച്ച ഈ ഗ്രാമവാസികളിലേറെ പേരും ആ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയത്. അന്ന് ഞാൻ എൻ്റെ ഭാര്യയെ അങ്ങനെ വേദനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവളും ആ കൂട്ടത്തിൽ ഒഴുകിപ്പോയില്ലായിരുന്നു. എനിക്കവളെ നഷ്ടമാകില്ലായിരുന്നു വെച്ചോ. അച്ഛൻ ഈ ഫോട്ടോ ഒന്ന് ഈ ചുവരിലൊന്ന് കൊളുത്തി തരണം. അപ്പുറത്തെ വീട്ടിലെ ആ അനിൽ എനിക്ക് വരച്ചു തന്നതാ. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കാലോ അവളുടെ ഓർമ്മകളുമായി. വേണ്ട വേണ്ടച്ചോ, അതിന്റെ ആവശ്യമില്ല. പാവം ഭാര്യയെ കൊല്ലക്കുടലിലെ മുയലിനെ പോലെ പേടിപ്പിച്ച് മരണത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ ഫോട്ടോ വെച്ച് പൂജിച്ചിട്ട് എന്ത് കാര്യം? സിസ്റ്ററെ, ദേവസി, ഞാൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാട്ടോ. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം അറിയാതെ അങ്ങ് പുറത്തേക്ക് വന്നുപോയി. നീ എന്നോട് ക്ഷമിക്ക്. ജീസസ്. അച്ചോ, ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് ഒത്തുചേർന്നിട്ട് തുടക്കം തന്നെ ഞാൻ ബോറാക്കിയോ? ദേവസി, ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ്, ഈ ക്രിസ്മസ് മുതൽ നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റേതായിരിക്കും. നോക്കിക്കോ. നിനക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ ഭാര്യയുമൊത്തുള്ള ഈ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് കാലം? ആ നാളുകളെക്കുറിച്ച് അവൾ എന്നോട് വാതോരാതെ പറയുമായിരുന്നു. ഓർമ്മയുണ്ടോന്നോ? പിന്നില്ലാതെ. ആ ഓർമ്മകളിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും. അതേ ഓർമ്മകളിൽ തന്നെയാണ് പലപ്പോഴും പിടഞ്ഞു പോകുന്നതും. വളരെയേറെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു ഞങ്ങളുടെ തുടക്ക ജീവിതം. ഒരു നവംബർ മാസത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. ആദ്യത്തെ ക്രിസ്തുമസിന് നന്നായി പാടാൻ കഴിവുള്ള അവളൊരു പാട്ട് മനോഹരമായിട്ട് പാടി. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നാളു വന്നേ, നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നാളു വന്നേ, പുൽക്കൂടിൽ പ്രഭ നിറഞ്ഞേ. നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നാളു വന്നേ, പുൽക്കൂടിൽ പ്രഭ നിറഞ്ഞേ. റോസി, മോളെ റോസി, നീ ഞാനിതെന്താ സ്വപ്നം കാണുകയാണോ? അല്ല ഇച്ചായ, ഇത് സ്വപ്നമൊന്നുമല്ല. ഇച്ചായന്റെ റോസി തന്നെയായത്. അന്ന് ഞാൻ വേദനിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയത് സിസ്റ്ററിന്റെ അടുത്തേക്കായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു, മോളെ ഇനി നീ ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കരുത്, അങ്ങ് പോന്നോണം, അത് നല്ലതിന് വേണ്ടിയാ ഞാൻ നിന്നോട് പറയുന്നതെന്ന്. ഞാൻ ഇത്രയും നാളിവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സ് ഇച്ചായൻ്റെ കൂടെ തന്നെ ആയിരുന്നു. സിസ്റ്റർ നൽകിക്കൊണ്ടിരുന്ന പ്രതീക്ഷ പോലെ എല്ലാം നന്മയായി മാറുമെന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ. അന്ന് സർവ്വതും പിഴുതെടുത്തുകൊണ്ടുള്ള പ്രകൃതിയുടെ ആ പരക്കം പാച്ചിലിനിടയിൽ ഞങ്ങളുടെ ഇടയിലേക്ക് നൊമ്പരത്തോടെ കടന്നു വന്ന ഇവളെ ഞങ്ങൾ രഹസ്യമായിട്ട് താമസിപ്പിച്ചു, അറിയിക്കേണ്ടവരെ മാത്രം അറിയിച്ചുകൊണ്ട്. ഇന്ന് ഞാനിവളെ ധൈര്യമായിട്ട് നിന്നെ ഏൽപ്പിക്കുകയാണ്. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്
സ്വർഗം സന്തോഷിക്കുന്നു എന്നറിയാലോ. നിന്റെ മാനസാന്തരത്തിൽ സ്വർഗവും ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു ദേവസി. അതെ, എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവം ഇപ്പോഴും എന്നേക്കും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമായിരിക്കും. നോക്ക്, അപ്പൊ പിന്നെ ഈ ക്രിസ്മസ് ഇവിടെ അല്ലാതെ പിന്നെ എവിടെ ആഘോഷിക്കാനാ? റീന ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യം. ദേവസി, അപ്പോ ഒടയ തമ്പുരാന് തെറ്റു പറ്റിയിട്ടില്ല അല്ലേ? ആഹാ, കൃത്യസമയത്ത് ഇതേ സെബാനും കൂട്ടിലെത്തിയല്ല. ഇവിടെ നിന്നാകട്ടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം. നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. പണ്ട് പിതാക്കന്മാരവരന്നെ കണ്ടൊരു മാർഗമിത, നിത്യം കന്യകയായവളിൽ ദൈവം ഏറ്റവും പ്രീതിതനായല്ലോ.